ഇന്നലെ നമ്മൾ കേക്കിന്റെ ഷേപ്പിലുള്ള ഗിഫ്റ്റാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് അതിനേക്കാൾ വെറൈറ്റി ആയിട്ട് ചോക്ലേറ്റ് ഗിഫ്റ്റ് അങ്ങ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ചെറിയ സൈസിൽ വരുന്ന കുറച്ച് ബോക്സസ് ഉണ്ടാക്കിയെടുക്കണം. എത്രയെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ ചോക്ലേറ്റിന്റെ സൈസ് വേണ്ടത് അത്രയും ബോക്സസ് ഉണ്ടാക്കിയെടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മെസ്സേജസ് എഴുതിയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോക്സസ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് മാത്രമേ കുറച്ച് ടൈം എടുക്കുന്നതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരും. ബോക്സ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഡാർക്ക് ബ്രൗൺ കളറിൽ അത് പെയിന്റ് ചെയ്ത് കൊടുക്കാം. പെയിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മെസ്സേജസ് എഴുതിയിട്ട് ഈ ഓരോ ബോക്സിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഓരോ ബോക്സസും ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഡബിൾ സൈഡ് ടേപ്പ് തന്നെ എടുക്കാൻ നോക്കണം, അത് നിങ്ങൾക്ക് എന്തിനാന്ന് അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും. എന്നിട്ടൊരു പീസ് ഓഫ് അലൂമിനിയം ഫോയിലും പിന്നെ കളർ പേപ്പറും വെച്ചിട്ട് ചോക്ലേറ്റിന്റെ റാപ്പറും ആക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇനിയാണ് ഇതിന്റെ മെയിൻ പാർട്ട്. നമുക്ക് ഈ ചോക്ലേറ്റിന്റെ ഓരോ പീസസും ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. വേറെ വല്ല ഗ്ലൂ എടുത്താൽ അത് പറഞ്ഞു വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് ഡബിൾ സൈഡ് തന്നെ വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.